ഈസി ഓർക്കിഡ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഓർക്കിഡ്സിൻ്റെ സീഡ്ലിംഗ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഹെൽത്തി പ്ലാന്റ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് വാങ്ങാൻ വേണ്ടി ഒരു ഫാമിലേക്ക് പോയാൽ ഇപ്പോൾ ഓർക്കിഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സീഡ്ലിംഗ്, ഇപ്പോൾ ഞാൻ സീഡ്ലിങ്ങിനെ പറ്റി പറയാം കേട്ടോ. സീഡ്ലിങ് തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട അതിൻ്റെ റൂട്ടുകളാണ്. ഓക്കെ, റൂട്ടുകൾ എങ്ങനെയാണെന്ന് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. പ്ലാന്റ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ റൂട്ട്സ് എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റൂട്ട് ഇപ്പോൾ നമ്മൾ 1 ഇഞ്ച് പോട്ടിലിരിക്കുന്ന റൂട്ടുകൾ ചിലപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് കളർ പോലൊക്കെ കാണാം. അതാ 1 ഇഞ്ച് പോട്ടിൽ നിന്ന് അത് മാറ്റാനുള്ള സമയമായിട്ടുള്ളത് കൊണ്ടാണ് പുറത്ത് കിടക്കുന്ന വേരുകളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ എന്നാലും അതിൽ ശ്രദ്ധിക്കണം നമ്മൾ വൈറ്റ് കളറ് റൂട്ട്സ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. വൈറ്റ് കളർ റൂട്ട്സ് 1 or 2 എങ്കിലുമുള്ള സീഡ്ലിങ്സേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ. അത് നമുക്ക് കാണാം, പുതിയ റൂട്ട്സുകൾ ഇങ്ങനെ മേൽഭാഗത്ത് വന്നിട്ടുള്ള വൈറ്റും ചെറിയ ഗ്രീൻ കളറോട് കൂടിയ വൈറ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നത്. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ തണ്ടുണ്ടല്ലോ, അപ്പം അത് നല്ല നല്ല കനത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളതാവണം. അതിങ്ങനെ ചുളിവുകൾ കൂടിയിട്ട് ചെറിയ ചുളിവല്ല നല്ലപോലെ ചുളിഞ്ഞിങ്ങനെ വണ്ണം കുറഞ്ഞ് അങ്ങനത്തെ തണ്ടുകളുള്ള ഓർക്കിഡ് അത്ര ഹെൽത്തി ആയിരിക്കില്ല. അപ്പം അത് നല്ലത് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുക. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലീഫാണ്. ഓർക്കിഡിൻ്റെ ലീഫ് നല്ല പച്ച കളറും നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും നല്ല പച്ചയോട് കൂടിയത്. എന്നാൽ ചില ഇപ്പോൾ പ്ലാന്റ്സ് വെറൈറ്റി ആയിട്ടുള്ളത് പിന്നെ കളറ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ല ലീഫുകളോട് കൂടിയ പ്ലാന്റ്സ് നല്ല തിരഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യം, ഒറ്റ ഷൂട്ടുള്ള പ്ലാന്റ്സ് മാത്രമല്ലാതെ അടിയിൽ നിന്ന് ഷൂട്ടുകൾ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തി ആയിട്ട് അതിൽ നിന്ന് ഷൂട്ടുകൾ 1 or 2 ഷൂട്ടുകൾ, 1 മതി, ഷൂട്ടുകൾ വന്നിരിക്കണം. ആ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സും കൂടിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഫാമിലോ പോയി വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇപ്പോൾ എല്ലാ ഫാമിലും പോയാലും ഉണ്ടാവില്ല. ഈസി ഓർക്കിഡ്സിലൊക്കെ വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പ്ലാന്റ്സ് തിരഞ്ഞെടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോൾ ഈ 1 ഇഞ്ച് ബോട്ടിലത്തെ പറയുക, ആ 1 ഇഞ്ച് ബോട്ടിലത്തെ പ്ലാന്റ്സിൻ്റെ പുറത്തൊക്കെ വേരുകൾ ഇങ്ങനെ ചെറിയ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ അത് അതിൽ നിന്ന് പ്ലാന്റ്സ് മാറ്റാനുള്ള സമയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ നമ്മൾ ഒരാഴ്ച അവിടുത്തെ ക്ലൈമറ്റായിട്ടൊന്ന് റെഡിയാകാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് പോട്ടിലേക്ക് ഈ പ്ലാന്റ്സ് മാറ്റുക. എപ്പോഴും ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് മാറ്റുമ്പോൾ ഓരോ സൈസ് അനുസരിച്ച് മാറ്റുമായിരിക്കും നല്ലത്. ചെറിയ സീഡ്ലിങ്സ് കൊണ്ടുപോയി വലിയ ചട്ടിയിൽ വെച്ചാൽ അതിന് വളർച്ച എപ്പോഴും കുറവായിട്ടാണ് കാണുന്നത്. അതേസമയം 3 ഇഞ്ച് പോട്ടിൽ ഫസ്റ്റ് സെറ്റ് ചെയ്ത് അതിൽ നല്ല പ്ലാന്റ്സായി 1 വർഷത്തിലോ 2 വർഷമോ ഇരിക്കും. അതിൽ നിന്ന് നമ്മൾ പിന്നീട് വേറെ അത് നിറഞ്ഞ് അതിലും ഇതുപോലെ വേരുകൾക്ക് പ്രശ്നങ്ങൾ കണ്ട് നല്ല നിറഞ്ഞാൽ അത് നമ്മൾ വേറെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഓരോ ഘട്ടമായിട്ടാണ് സെറ്റ് ചെയ്ത് നമ്മൾ വളർത്തി കൊണ്ടുവരേണ്ടത് കേട്ടോ. പിന്നെ ഓർക്കിഡ് ചെടികൾ എപ്പോഴും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 or 3 വർഷം കഴിഞ്ഞാൽ റീപോട്ടിങ് ഓർക്കിഡിന് എപ്പോഴും ഒരു പുതിയ ഉണർവും പുതിയൊരു ഷൂട്ടുകൾ വരലും നന്നായൊരു ഹെൽത്തിയായി വളരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.